നമ്മളിത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇതുപോലൊരു നമ്മൾ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തു Fn ഈക്വൽ ടു ബിഗ് O ഓഫ് Gn. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇതാണ് ഇക്വേഷൻ എങ്കിൽ അർത്ഥം എന്താണ്? G ഓഫ് n എപ്പോഴും വലുതായിരിക്കണം F ഓഫ് n-നേക്കാളും. അങ്ങനെയല്ലേ പറഞ്ഞു? ബിഗ് Oയുടെ അകത്ത് വരുന്നത് എന്താണോ അത് വലുതാവണം, അതൊരിക്കലും ചെറുതാവരുത്. ഈക്വൽ ആവാം അല്ലെങ്കിൽ വലുതാവാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ Fn പ്ലോട്ട് ചെയ്തു, ഈ ബ്ലൂ ലൈനാണ് F, ഈ കാണുന്നതാണ് Fn. Gn എന്ന് പറയുന്നത് ഒരേ ഇതായിരുന്നു മുമ്പ്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു കോൺസ്റ്റൻ്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കി. Mathematically Gn was smaller and we have made it bigger by multiplying it with a constant. അപ്പോൾ എന്ത് കിട്ടി? ഇതുപോലെ ഈ ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഗ്രാഫ് കിട്ടി. അത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്ത് വരാം. പക്ഷേ ഈ n0 എന്നുള്ള പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഈ C/G എന്നുള്ളത് അപ്പർ ബൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, എഫിനേക്കാളും വലുതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനത്തെ കുറേ ഗ്രാഫുകൾ കിട്ടും. ഇതിൻ്റെ മുകളിലോട്ട് എഫിൻ്റെ മുകളിൽ ഒരുപാട് ഇതുപോലത്തെ ലൈൻസുകൾ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. സിയുടെ വാല്യൂ ഇതൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ. വി വേരി ദീസ് കോൺസ്റ്റൻറ്റ് വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് പ്ലോട്ടിങ്സ് എബവ് Fn. അപ്പോൾ ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് വേണം നമ്മൾ എന്തായിട്ട് എടുക്കാൻ? ഈ C/Gn ആയിട്ട് എടുക്കാം. അതിനെ ടൈറ്റ് ബൗണ്ട് എന്നാണ് പറയുക. ഏറ്റവും അടുത്ത് കിടക്കുന്നതിനെ ടൈറ്റ് ബൗണ്ട് എന്ന് പറയുന്നത്. മറ്റൊക്കെ ലൂസാണ്. ടൈറ്റ് ബൗണ്ട് ആയിട്ടുള്ളത് വേണം എടുക്കാൻ. ഈ രീതിയിലാണ് ബിഗ് O നൊട്ടേഷൻ്റെ പ്ലോട്ടിംഗ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്തു? വി were having two functions Fn and Gn. Both of them were of the same degree. To make one among them as a higher function, we are multiplying that function with a constant. Mathematically that function was lower to the other function. അതായത് ഇവിടെ Gn ആയിരുന്നു ചെറുത്. ആ Gn-നെ വലുതാക്കാൻ, മാത്തമാറ്റിക്കലി ചെറുതെന്നാണ് പറയുന്നത്, വലുതാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? We have multiplied it with a constant so that for certain values of n, here it is n greater than or equal to n0, the function C/Gn will always be greater than Fn. അതാണ് ഇതിൻ്റെ ബിഗ് O നൊട്ടേഷൻ്റെ ഡെഫിനിഷൻ. മുമ്പ് പറഞ്ഞ ആ ഡെഫിനിഷൻ ഓർത്താൽ ഇതൊക്കെ ഈ ഫിഗർ അതിനകത്ത് വരുന്നുണ്ട്. Cn/Gn is always greater than Fn for n0 for n greater than or equal to n0, where C is a constant greater than 0. ഇതായിരുന്നു ആ ഡെഫിനിഷൻ. അത് ഈ ഗ്രാഫിനകത്ത് ഉണ്ട്.